തൃശൂർ കോർപ്പറേഷൻ ബി.ജെ.പി. ഭരിക്കുമെന്ന് ബി.ജെ.പി. പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും സംശയിച്ചു. കാരണം ആ കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വച്ച് നോക്കുമ്പോൾ ബി.ജെ.പി. മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ അടിത്തറ പരിശോധിക്കുകയാണെങ്കിൽ CPM-ന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്, ഒരു കോർപ്പറേഷനാണ് ആ തൃശൂർ കോർപ്പറേഷൻ. അപ്പോൾ ബി.ജെ.പി. ഈ പ്രഖ്യാപനം എങ്ങനെ നടപ്പിലാക്കുമെന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു കലുങ്ക് സൗഹൃദം എന്ന രീതിയിൽ ചർച്ച നടത്തുകയാണ്. കാരണം ജനങ്ങൾക്കിടയിലേക്ക് പോയി ജനങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലെത്തി അവിടെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൻ്റെ വികസനങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയാണ്. ഇതിലൂടെ അദ്ദേഹത്തിനും പാർട്ടിക്കും ചെയ്യാൻ കഴിയുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പ്രാദേശികമായി നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. നാം ഇന്നലെ തന്നെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, അദ്ദേഹത്തിന് സമീപം അവിടുത്തെ പ്രാദേശിക നേതാക്കളെയാണ് ഇരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവനും സത്യനന്ദിക്കാടും അടക്കമുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ എത്തിച്ചാണ് ആ പരിപാടി നടത്തിയത്. ഇങ്ങനെ കൃത്യമായി തന്നെ സുരേഷ് ഗോപിയെ മുൻനിർത്തിയാണ് കോർപ്പറേഷൻ പിടിക്കാനായി ബി.ജെ.പി. ഇറങ്ങുന്നത്. അങ്ങനെ അതോടൊപ്പം തന്നെ എയിംസ് അടക്കമുള്ള കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് അവിടെ ചർച്ച നടക്കുകയാണ്. ആലപ്പുഴയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആലപ്പുഴയിൽ കൃത്യമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എയിംസ് വരണമെന്ന്. അത് സർക്കാർ അനുകൂലമായ തീരുമാനമെടുത്തില്ലെങ്കിൽ തൃശ്ശൂരിൽ ഞാൻ എയിംസ് എത്തിക്കും ഉടൻ തന്നെ. തൻ്റെ 5 വർഷത്തിന് മുൻപ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വരുന്നത് എയിംസ് എത്തിച്ച ശേഷമായിരിക്കും എന്ന രീതിയിലുള്ള പ്രസ്താവന അദ്ദേഹം മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായി തന്നെയാണ് തൃശ്ശൂരിൽ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇടതും വലതും മുന്നണികൾക്ക് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ മുന്നൊരുക്കം കണ്ടിട്ടില്ല. നാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണോ മുന്നൊരുക്കം കണ്ടത് അത് തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനിൽ കൃത്യമായി ബി.ജെ.പി. ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കേരളം മുഴുവൻ കൂടുതൽ സമയം അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്നു. പിന്നീട് കേരളത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. കൊല്ലത്ത് തന്നെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു അത്തപ്പൂക്കള വിവാദത്തിന് അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുണ്ടായി. അദ്ദേഹം അവിടെ ഓടിയെത്തുന്നു. അങ്ങനെ കേരളത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖമായി മാറ്റാനുള്ള വലിയൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അവിടെ മുന്നിലെത്താൻ കഴിയും. അതും ബി.ജെ.പി. കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നീങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 7-ൽ 6 മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് ലീഡാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേടിയ ആ കരുത്തിലൂടെ തന്നെ നിയമസഭ പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖ നേതാക്കളായിരിക്കും ഇനി തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നത്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ പല മുതിർന്ന നേതാക്കളും വന്നാൽ തന്നെ അവിടുത്തെ തൃശ്ശൂരിന്റെ മുഖമായി അവിടെ മാറാൻ പോകുന്ന സുരേഷ് ഗോപി ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഒരു തുടക്കമായിരുന്നു ഇന്നലെ കണ്ട കലുങ്ക് ചർച്ചകൾ. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്നാണ്, പണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. SG വിത്ത് കോഫി എന്ന രീതിയിൽ, ആ രീതിയിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞില്ല. അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം ബി.ജെ.പി. വർദ്ധിപ്പിക്കുകയാണ്, അത് മനസ്സിലാക്കാൻ എന്തായാലും അവർക്ക് കഴിഞ്ഞില്ല. അതേ രീതി തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ സുരേഷ് ഗോപി നടപ്പിലാക്കുന്നത്. അത് ഇനിയെങ്കിലും അതിവേഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തിരിച്ചറിഞ്ഞില്ലേ. ബി.ജെ.പി. വിജയിച്ച ശേഷം പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വോട്ട് ചോരി, കള്ള വോട്ട് ചേർത്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും ഡ്രൈവറെയും ഉൾപ്പെടെ ഈ തൃശ്ശൂരിൽ എത്തിച്ച് വോട്ട് ചെയ്തു. അങ്ങനെ ഒരു പരാജയത്തിന് ശേഷം പറയരുത്, ഇപ്പോൾ നാം ഈ പ്രവർത്തനം കാണണം. അപ്പോൾ ഇതിനെതിരായുള്ള ഒരു പ്രവർത്തനം നടത്തി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും വിജയിക്കണമെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള ഒരു കൗണ്ടർ
പരിപാടി നടത്തിയാൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ മുന്നോട്ട് പോകാതെ പരാജയപ്പെട്ട ശേഷം ഇത് സുരേഷ് ഗോപിയുടെ കള്ള വോട്ടാണ്, അദ്ദേഹം കള്ള വോട്ട് കൊണ്ടാണ് വിജയിച്ചത്, പാർട്ടി BJP ഒന്നടങ്കം കള്ള വോട്ട് ചെയ്തു, അത്തരം അനാവശ്യ പരാമർശങ്ങളിലേക്ക് വരരുത്. ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ BJP എന്താണോ ചെയ്യുന്നത് അതിന് കൃത്യമായുള്ള വിപരീതമായ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. ഉദാഹരണം, ഇപ്പോൾ BJP തന്നെ അതിനൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾ കൃത്യമായി തന്നെ BJPക്കെതിരെ വന്നപ്പോൾ അവർ അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെ അടക്കമുള്ളവരെ അവിടെ എത്തിക്കുന്നു. BJP കേന്ദ്ര നേതൃത്വവുമായി ഇടപെടുന്നു, അതോടൊപ്പം തന്നെ കൃത്യമായി സഭാ നേതൃത്വവുമായി സംസാരിക്കുന്നു. അങ്ങനെ അവർക്കെതിരെ വന്ന ഒരു വെല്ലുവിളി അവർ പുഷ്പം പോലെ മറികടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീകൾ അവസാന ഘട്ടത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി ഇദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ നന്ദി രേഖപ്പെടുത്തിയതോടുകൂടി തന്നെ ഈ കോൺഗ്രസും ഇടതുപക്ഷവുമാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായത്. കാരണം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പല നേതാക്കളും അവിടെ ആ ജയിലിന് മുന്നിൽ എത്തി നിൽക്കുന്നത് കണ്ടു, AR റഹീം എത്തി നിൽക്കുന്നത് കണ്ടു, കോൺഗ്രസിന്റെ പല നേതാക്കളും അവിടെ എത്തി. അവസാനം നന്ദി രേഖപ്പെടുത്തിയതോ രാജീവ് ചന്ദ്രശേഖറിനോടാണ്. അതാണ് കൃത്യമായ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അതിന് കൗണ്ടറായി മറ്റൊരു രീതിയിലേക്ക് അത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് BJP നടപ്പിലാക്കുന്നത്. അത്തരം രീതികൾ തന്നെ തൃശ്ശൂരിൽ BJPക്കെതിരെ ഇടത് വലത് മുന്നണികൾ നടപ്പിലാക്കിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയും. അല്ലാത്ത പക്ഷം അവർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം തന്നെയാണ് അവർ കൃത്യമായും അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരിൽ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇന്നലെ 2 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയാണ് അദ്ദേഹം, നിരന്തരം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ് കൃത്യമായി ഇറങ്ങുന്നത്. അവർ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക, അങ്ങനെ തൃശ്ശൂറും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10ലധികം സീറ്റുകളിലേക്ക് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ അനുസരിച്ചാണ് ഇപ്പോൾ പല പ്രമുഖ നേതാക്കളെയും തൃശ്ശൂരിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന മുഖങ്ങൾ, ദേവനും സത്യനന്ദിക്കാടും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനമുഖങ്ങളെ കേരളത്തിന്റെ വിവിധ മേഖലയിലും പ്രത്യേകിച്ച് തൃശ്ശൂരിലും ഇറക്കി BJP തങ്ങളുടെ ജനസ്വാധീനം നേടാൻ ശ്രമിക്കുന്നത്. BJP ഇപ്പോൾ അങ്ങനെ ഒരു രീതി ഉത്തരേന്ത്യയിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. മറ്റു പാർട്ടികളിൽ നിന്നും അതോടൊപ്പം തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് നേതാക്കൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഈ സിനിമ മേഖലയിലും മറ്റ് സാംസ്കാരിക മേഖലയിലുമുള്ള മുഖങ്ങളെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക എന്നൊരു ചിന്തയായിരുന്നു ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രൂപത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്നലെ സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ മനസ്സിലാകുന്നത്. വരും ദിവസങ്ങളിലും പല പ്രധാനപ്പെട്ട നേതാക്കളും അതോടൊപ്പം തന്നെ ഇത്തരം സാമൂഹിക രാഷ്ട്രീയ സിനിമാ രംഗത്തെ പല പ്രമുഖരെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് ഇത്തരം ചർച്ചകൾ കൂടുതൽ വ്യാപകമാക്കി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് പിടിക്കുക എന്നതാണ് BJP അവിടെ തൃശ്ശൂർ ലക്ഷ്യമിടുന്നത്. ഇനി അതൊരു തൃശ്ശൂർ തുടക്കം മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ പല വിമർശനങ്ങളും ഉണ്ടായിരുന്നല്ലോ. സുരേഷ് ഗോപി ഇടയ്ക്ക് കാണാനില്ല അടക്കമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് വലിയ തെറ്റാണെന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം, അത്തരം ആരോപണങ്ങൾക്കെല്ലാം ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം നേരിട്ടെത്തി ജനങ്ങളോടൊപ്പം ഇരുന്ന് ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് പ്രാദേശികമായി വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് BJP കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.